CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരസഭയിലെ വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. കടന്നൽക്കൂട് വിജയകരമായി നീക്കം ചെയ്ത ശേഷം ചൊവ്വാഴ്ച മുതൽ സ്കൂൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് സ്കൂൾ അധികൃതർ. സാമ്പത്തിക തട്ടിപ്പ് കേസ്. വിയ്യൂർ പോലീസ് അറസ്റ്റ് ചെയ്ത വേലൂർ വെങ്ങലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്ര മേൽശാന്തി വൈക്കം നാരായണൻ നമ്പൂതിരിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായി ക്ഷേത്ര കമ്മിറ്റി. ഈ സംഭവം മുൻനിർത്തി ക്ഷേത്രത്തിനെതിരെയുള്ള കുപ്രചരണങ്ങളെ വിശ്വാസികൾ തിരിച്ചറിയണമെന്നും ക്ഷേത്ര കമ്മിറ്റി. കുന്നംകുളത്തെ തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ. സംഘടനയുടെ 3ാമത് ജില്ലാ സമ്മേളനം ജൂലൈ 9 വ്യാഴാഴ്ച കുന്നംകുളത്ത് നടക്കും. തൃശൂർ പുഴയ്ക്കലിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് റോഡിലേക്ക് വീണ യുവതി ആംബുലൻസ് ഇടിച്ച് മരിച്ചു. പുന്നമ്പറമ്പ് സ്വദേശി 22 വയസ്സുള്ള ജനീറ്റ രാജാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജനീറ്റയുടെ അമ്മ ശാന്തിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നായർ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഒരുക്കം തുടങ്ങി. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപവൽക്കരണം പൂർത്തിയായി. സെപ്റ്റംബർ 4-നാണ് ഇത്തവണത്തെ അഷ്ടമിരോഹിണി ആഘോഷം. കാട്ടകമ്പാൽ വടക്കേകാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിച്ചാൽക്കടവ് പാലത്തിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പും വടക്കേകാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്ന മൺസൂൺ മത്സ്യസമൃദ്ധി ബയോഫ്ലോക്ക് വരാൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മരക്കമ്പനിയിൽ ജോലിക്കിടയിൽ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. ചെറമനേങ്ങാട് പപ്പാട്ടുപറമ്പിൽ സിദ്ദിഖാണ് മരിച്ചത്. ജില്ലയിലെ മികച്ച 2ാമത്തെ സഹകരണ ബാങ്കായി കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനെ തിരഞ്ഞെടുത്തു. വരടിയം സർവീസ് സഹകരണ ബാങ്കിനാണ് 1ാം സ്ഥാനം. തൃശൂർ ജില്ലയിലെ മികച്ച പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ 3ാം സ്ഥാനം കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്. അഭിമാന നേട്ടത്തിന് അർഹരായതിന്റെ ആഹ്ലാദത്തിലാണ് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും സഹകാരികളും. ഓഗസ്റ്റ് മാസത്തിൽ തൃശൂരിൽ ചേരുന്ന DYFI 16ാം സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേച്ചേരി മേഖലാതല സ്വാഗത സംഘം രൂപീകരിച്ചു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ കുട്ടിക്കർഷകരുടെ പച്ചക്കറി കൃഷിക്ക് തുടക്കം. പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി സ്കൂളിന് ലഭിച്ച തൈകളാണ് നടീലുത്സവത്തിൽ നട്ടത്. കുടിശ്ശികയുള്ള പ്രവാസി പെൻഷൻ ഉടൻ വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുക. പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വത്തിനപേക്ഷിച്ച് 3 മാസം പിന്നിട്ടിട്ടും അംഗത്വം ലഭിക്കാത്ത നടപടിയിൽ ഉടനടി പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് പ്രവാസി വെൽഫെയർ ഫോറം കുന്നംകുളം മണ്ഡലം കൺവെൻഷൻ നടത്തി. കേരള സർക്കാർ ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പഴഞ്ഞി ഐനൂർ ഓർത്തഡോക്സ് ദേവാലയത്തിലെ യുവജന പ്രസ്ഥാന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൂഫാൻ കിക്ക് 2026 നടത്തി. KCYM മറ്റം ഫൊറാന സമിതിയുടെ നേതൃത്വത്തിൽ പതാക ദിനാചരണം നടത്തി. കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിൽ വികാരി ഫാദർ ഫെബിൻ കുത്തൂർ പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ വെള്ളാറ്റഞ്ഞൂർ മേഖലാ സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. KSU കാട്ടകമ്പാൽ മണ്ഡലം തല മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം പൊന്നാനി MLA KP നൌഷാദ് അലി നിർവഹിച്ചു. പൊന്നയൂർ എടക്കര അവിയൂർ അയ്യപ്പ സേവാ സംഘത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തുന്ന സംഭാവന സമ്മാന കൂപ്പണിന്റെ വിതരണോദ്ഘാടനവും സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി പുരസ്കാരം നേടിയ വാസുണ്ണി ഗുരുസ്വാമിക്കുള്ള ആദരവും നടന്നു. കടപ്പുറം ഗവൺമെന്റ് VHSS സ്കൂളിലെ +1 പ്രവേശനോത്സവം വോയേജ് 2026 സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.